CPIയെ പിടിച്ചുകുലുക്കി ഒളിക്യാമറ വിവാദം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിൻ്റെയും മകളാ സംഘം നേതാവിൻ്റെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പരാതി ഉയരുന്നു. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരാതിക്ക് ആധാരമായിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി കൊടുത്തു. ആരോപണ വിധേയനായ നേതാവിനെതിരെ CPI പ്രാഥമിക നടപടിയെത്തുമെന്നും റിപ്പോർട്ട്. പരാതിയുടെ പകർപ്പ് 24-ന്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചെയ്യുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. CPIM-ൽ ഒരു ഘട്ടത്തിൽ ഗോപി കോട്ടമുറിക്കലിനുമായി ബന്ധപ്പെട്ട ഒളിക്യാമറ വിവാദം വലിയ തോതിൽ കത്തിനിന്നിരുന്നു. എന്തായാലും അതുതന്നെയാണ് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പാർട്ടിയായ CPI-യിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായാണ് ഇത്തരത്തിൽ ആക്ഷേപമായി വന്നിരിക്കുന്നത്. അത് മറ്റെവിടെയുമല്ല, ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരം സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. അത് നിരന്തരം നടക്കുന്നുവെന്ന് അറിഞ്ഞ ഒളിക്യാമറ വെച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് നടക്കുന്ന ആ യോഗ സ്ഥലത്ത് ഒളിക്യാമറ വെച്ചു. അവിടെ മഹിളാ സംഘം നേതാവും അതുപോലെ തന്നെ ഈ സംസ്ഥാന നേതാവും മാത്രമുള്ളപ്പോൾ ചിത്രീകരിച്ചു. ആ ഒളിക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളടക്കം അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പരാതിയായി നൽകി. പരാതി നൽകിയതാകട്ടെ ഓഫീസ് സെക്രട്ടറിയാണ്. മുൻ ASFന്റെ ഒക്കെ ജില്ലാ സെക്രട്ടറിയായ, ഇപ്പോൾ 2004 മുതൽ കൃഷിമന്ത്രിയുടെ ഒക്കെ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ പകർപ്പാണ് നമ്മുടെ പക്കലുള്ളത്. എന്തായാലും ആദ്യഘട്ടത്തിൽ കാനം രാജേന്ദ്രന് പരാതി നൽകി. ആ ഘട്ടത്തിൽ നടപടിയൊന്നും ഉണ്ടായില്ല, പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതിയായി വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയുടെ ചുമതലകളിൽ നിന്ന് പൂർണ്ണമായി ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ നടപടി കൊണ്ട് തൃപ്തരല്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറുവാദം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒളിക്യാമറ വെച്ച ആളുകളെ കൂടി കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ഇത് ഓഫീസിലെ ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്.